ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന പി എസ് സി എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിര ഏത്? സിവാലിക്. ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിര ഏത്? സിവാലിക്. കുറഞ്ഞ ദൂരത്തിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്നതിനാൽ വളരെ കുറച്ച് ഊർജം മാത്രമേ ചെലവാക്കുന്നുള്ളൂ എന്നത് ഏത് വയർലെസ് സാങ്കേതിക വിദ്യയുടെ മേന്മയാണ്? ബ്ലൂടൂത്ത്. കുറഞ്ഞ ദൂരത്തിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്നതിനാൽ വളരെ കുറച്ച് ഊർജം മാത്രമേ ചെലവാക്കുന്നുള്ളൂ എന്നത് ഏത് വയർലെസ് സാങ്കേതിക വിദ്യയുടെ മേന്മയാണ്? ബ്ലൂടൂത്ത്. ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളേവ? പോർട്ടൽ സിരകൾ. ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളേവ? പോർട്ടൽ സിരകൾ. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്ര? 37. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്രയാണ്? 37. പാർലമെന്റ് അംഗങ്ങൾക്കുള്ളതുപോലെ പ്രത്യേക അവകാശങ്ങളുള്ള ഉദ്യോഗസ്ഥനാര്? അറ്റോർണി ജനറൽ. പാർലമെന്റ് അംഗങ്ങൾക്കുള്ളതുപോലെ പ്രത്യേക അവകാശങ്ങളുള്ള ഉദ്യോഗസ്ഥനാരാണ്? അറ്റോർണി ജനറൽ. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം? 2006. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഏതാണ്? 2006. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിത്വമാണ്? മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിത്വമാണ്? മോഹിനിയാട്ടം. 1859 നീലം കർഷകർ പ്രക്ഷോഭം നടത്തിയത് എവിടെയാണ്? ബംഗാൾ. 1859 നീലം കർഷകർ പ്രക്ഷോഭം നടത്തിയത് എവിടെയാണ്? ബംഗാൾ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആവർത്തിക്കപ്പെടാത്ത സംഖ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? IP അഡ്രസ്. എന്താണ്? നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആവർത്തിക്കപ്പെടാത്ത സംഖ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ IP അഡ്രസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ഗവർണർ ജനറൽ ആര്? കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ്. സാന്താൾ ഗോത്രവംശത്തിലെ പെൺകുട്ടിയുടെ കഥ പറയുന്ന മലയാളം നോവൽ ഏത്? ബുധിനി. സാന്താൾ ഗോത്രവംശത്തിലെ പെൺകുട്ടിയുടെ കഥ പറയുന്ന മലയാളം നോവൽ ഏതാണ്? ബുധിനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ. റെയിൽവേ, ബാങ്കുകൾ എന്നിവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഏതിനത്തിൽ പെടുന്നു? വൈഡ് നെറ്റ്വർക്ക്. റെയിൽവേ, ബാങ്കുകൾ എന്നിവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ വൈഡ് നെറ്റ്വർക്ക്. AR രാജരാജവർമ്മ കാന്താര താരകം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചത് ഏത് കൃതിക്കാണ്? നളചരിതം, ആട്ടക്കഥ. AR രാജരാജവർമ്മ കാന്താര താരകം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചത് ഏത് കൃതിക്കാണ്? നളചരിതം, ആട്ടക്കഥ. ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? അലൂമിനിയം. ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ്? PT ഉഷ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ്? PT ഉഷ. ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ആറന്മുള പൊന്നമ്മ. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ ആറന്മുള പൊന്നമ്മ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനം. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ? ലാൻതനോയിഡുകൾ. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാൻതനോയിഡുകൾ. ഇടുക്കി, മധുര എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡി നായ്ക്കനൂർ ചുരം. ഇടുക്കി, മധുര എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡി നായ്ക്കനൂർ ചുരം.
സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്ക്. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്ക്. ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ലിസ. ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഏത്? ലിസ. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവെപ്പ്? പടയണി. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവെപ്പ്? പടയണി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത്? കൃഷിയിടങ്ങൾ. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? കൃഷിയിടങ്ങൾ. 1976 ഇരുപതിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. 1976 ഇരുപതിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ ഫ്രഞ്ചുകാരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരി ആര്? ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ ഫ്രഞ്ചുകാരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെ? ലക്നൗ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലക്നൗ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷം? 1980 ഏപ്രിൽ 15. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷം ഏതാണ്? 1980 ഏപ്രിൽ 15. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയത് ആര്? ലിയാണ്ടർ പേസ് ആണ്. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയത് ആരാണ്? ലിയാണ്ടർ പേസ്. ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി നൽകപ്പെട്ട സ്ഥാപനം ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി നൽകപ്പെട്ട സ്ഥാപനം ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇന്റർനെറ്റിലൂടെ നിയന്ത്രിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ റോബോട്ടായ കോ റോബോട്ട് നിർമ്മിച്ച രാജ്യം ഏത്? ഇന്ത്യ. ഇന്റർനെറ്റിലൂടെ നിയന്ത്രിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ റോബോട്ടായ കോ റോബോട്ട് നിർമ്മിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ.